വെൽക്കം ടു ദ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ മാച്ച് ബോക്സ് ആണ്. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ആശാപൂർണ ദേബിയാണ്. ആശാപൂർണ ദേബി ഒരു ബംഗാളി നോവലിസ്റ്റും പോയറ്റുമാണ്. ഓക്കെ, ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ എപ്പോഴും എല്ലാ പ്രാവശ്യവും റെഗുലറായിട്ട് 1-2 ചോദ്യങ്ങൾ 4 മാർക്കിനും 6 മാർക്കിനും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ വളരെ ക്വിക്കായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് കയ്യിൽ വെച്ച് ഓരോ ലൈൻസും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇതിനകത്ത് വേറെ തീമുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളോ ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മേജർ തീമുകളൊക്കെ നമ്മൾ പിന്നീടാണ് സംസാരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ മൂവിങ് ടു ദ ചാപ്റ്റർ, ദ സ്റ്റോറി. നൗ ടൈറ്റിൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. നിങ്ങൾ ഓൾറെഡി ചാനലിൽ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. മാച്ച് ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടിക്കൂടിനെയാണ് നമ്മൾ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ സ്റ്റോറിയിലൂടെ ആശാപൂർണ ദേബി കൊണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ആക്ച്വലി ട്രൈങ് ടു ഹൈലൈറ്റ് ദ ഇന്നേറ്റ് പവർ ആൻഡ് എബിലിറ്റീസ് ഓഫ് വിമൻ ഇൻ ദ സൊസൈറ്റി. എല്ലാ റൈറ്റേഴ്സിനും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരൊരു കഥ എഴുതുമ്പം കവിത എഴുതുമ്പം അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആശാപൂർണ ദേബി മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഇന്നേറ്റ് എബിലിറ്റീസ്. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് എബിലിറ്റീസ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില കഴിവുകളുണ്ട് അല്ലേ, ജന്മനാ ഉള്ള കഴിവുകൾ. അപ്പോൾ ഈ ഇന്നേറ്റ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ്, പവർ, നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകൾക്കുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള പവർ എന്തൊക്കെയാണെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ഹൈലൈറ്റ്. രണ്ടാമത്തെ കാര്യം, ദ സെൻട്രൽ തീം ഓഫ് ദ ചാപ്റ്റർ മാച്ച് ബോക്സ് ഈസ് ദാറ്റ് എവ്രി വിമൻ ഈസ് എ മാച്ച് ബോക്സ്. ഈ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേബി സമൂഹത്തിലെ എല്ലാ സ്ത്രീകളെയും ഒരു മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്യാണ്, തീപ്പെട്ടിക്കൂടിനോട്. Now, how does she reach to this finding? ഇത് ആശാപൂർണ ദേബിയുടെ ഒരു ഫൈൻഡിങ് ആണ്. സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും മാച്ച് ബോക്സ് പോലെയാണ്. എങ്ങനെയാണ് ആ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നത്? പ്രധാനമായിട്ടും 2 ഐഡിയാസിലൂടെയാണ് ആശാപൂർണ ദേബി സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം റീഡേഴ്സിന് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവാനായിട്ട് ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യാണ്. ആ സ്റ്റോറിയിലൂടെ ഫൈനലി ഷീ ഈസ് കൺക്ലൂഡിങ് ദറ്റ് എവ്രി വിമൻ ഈസ് എ മാച്ച് ബോക്സ്. ഓക്കെ, സോ ഇതാണ് സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, സോ ഈ കഥ വായിക്കുന്ന സമയത്ത് we are going to see how does Ashapurna Debi make it clear to the readers or to the listeners that every woman is exactly like a matchbox. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ ആദ്യ ഭാഗത്തേക്ക് പോവുകയാണ്. കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഫസ്റ്റ് പാരഗ്രാഫ്, I always compare women to match boxes. ഞാൻ എപ്പോഴും സ്ത്രീകളെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വൈ? എന്തുകൊണ്ടാണ്? 2 കാരണങ്ങളാണ്. അത് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുക. മേജർ പോയിന്റ് ആണ്. ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. ആ തീപ്പെട്ടിക്കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. എങ്ങനെ? ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. മാച്ച് ബോക്സിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. എല്ലാ തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലെ തീപ്പെട്ടി കൊള്ളിയുണ്ടല്ലോ, മാച്ച് സ്റ്റിക്ക്, അതിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഗൺ പൗഡർ ഉണ്ട് അല്ലേ. അത് നമ്മൾ ഉരയ്ക്കുമ്പോഴാണ് തീ കത്തുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാ മാച്ച് സ്റ്റിക്കിൻ്റെയും പുറത്തുള്ള ഏറ്റവും അറ്റത്തുള്ള ഗൺ പൗഡർ, ആ ഗൺ പൗഡറിന് എന്തിനുള്ള പവർ ഉണ്ട്? ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. ഒരു 100,000 ലങ്കകളെ ദഹിപ്പിക്കാനായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, സോ ഒന്നാമത്തെ മാച്ച് ബോക്സിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇറ്റ് ഹാസ് ദ ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. 100,000 ലങ്കകൾ അല്ലെങ്കിൽ എന്തിനേയും ദഹിപ്പിക്കാൻ അല്ലേ. നമുക്ക് ഒരൊറ്റ തീപ്പെട്ടിക്കൊള്ളി മതി, നമുക്ക് എത്ര വലിയൊരു അഗ്നിബാധ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്രയും പവർ അതിനുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ദ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. അത് പുറമേ നിന്ന് കാണുമ്പോൾ ഉള്ള പ്രത്യേകതയാണ്. എന്താണ്? എല്ലാ മാച്ച് ബോക്സ് എങ്ങനെ ഇരിക്കുന്നത്? സിറ്റ് മീക്ക് എന്ന് വെച്ചാൽ ഹമ്പിൾ, വളരെ ഹമ്പിളായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നസെൻറ്റ്, വളരെ നിഷ്കളങ്കമായിട്ട് അല്ലേ. നമ്മൾ പുറമേ ഒരു തീപ്പെട്ടിക്കൊള്ളിയെ കാണുമ്പോൾ അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ തണുത്ത് മരച്ച് അവിടെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉപദ്രവം അത് ചെയ്യുന്നില്ല. അതിനെ കണ്ടാൽ പറയൂ അതിനുള്ളിൽ ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഒരു 100,000 ലങ്ക കത്തിച്ച് ദഹിപ്പിക്കാനായിട്ടുള്ള ഒരു പവർ അതിനുള്ളിലുണ്ടെന്ന്.
പറയില്ല അല്ലേ. അപ്പോൾ ഒരു മാച്ച് ബോക്സിനെ പുറമേ നിന്നും അകമേ നോക്കുമ്പോഴും ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത്, പുറമേ എങ്ങനെയാണ് മാച്ച് ബോക്സ്? ഇറ്റ്സ് മീക്ക്, ഇറ്റ്സ് ഹംബിൾ, ഇറ്റ്സ് ഇന്നസെൻറ്റ്. വളരെ പാവമായിട്ടുള്ളൊരു മാച്ച് ബോക്സ്. പക്ഷെ അത് തുറന്നതിനുള്ളിലെ തീപ്പെട്ടി കൊള്ളി കാണുമ്പോഴോ ഇറ്റ് ഹാസ് ദ ഗൺ പൗഡർ. എന്തിനുള്ളതാ? എല്ലാം കത്തിച്ച് ചാമ്പലാക്കാനായിട്ടുള്ള പവറുള്ള ഗൺ പൗഡർ ഉണ്ട്. ഓക്കെ, now they sit in the kitchen, pantry, bedroom, here, there, anywhere. Women too are exactly the same. സ്ത്രീകളും ഇതുപോലെയാണ്. പുറമേ കാണുന്നത് പോലെയല്ല അകലെ. പുറമേ മാച്ച് ബോക്സ് എങ്ങനെയാ? വളരെ കൂളായിട്ടിരിക്കുന്നു. പക്ഷെ ഉള്ളിലോ എല്ലാം കത്തിച്ച് ചാമ്പലാക്കാനായിട്ടുള്ള പവർ ഉണ്ട്. സ്ത്രീകൾ ഇതുപോലെയാ. പുറമേ എങ്ങനെയാ? വളരെ ഹമ്പിളാണ് അല്ലേ, വളരെ ഒബീഡിയൻ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പല ആൾക്കാരും തെറ്റിദ്ധരിക്കണം. എന്ത്? ഇവൾക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എന്തിനാണ്? ഒന്നിനുള്ള കഴിവില്ല. അവളിപ്പോഴും എന്താണ്? ഒബീഡിയൻ്റ് ആണ്, എപ്പോഴും സബ്മിസീവാണ്, ആണുങ്ങളെക്കാളും താഴ്ന്നതാണ്. ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്. പക്ഷെ ഉള്ളിൽ എങ്ങനെയാണ് ആക്ച്വലി? അതാണ് ആശാപൂർണ ദേവി പറയുന്നത്. ഉള്ളിൽ എല്ലാ സ്ത്രീകളും തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലെ ഗൺ പൗഡർ പോലെ എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ എന്തുണ്ട്? ഒരു ഗൺ പൗഡർ ഉണ്ട്. എല്ലാം പൊട്ടിത്തെറിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗൺ പൗഡർ എല്ലാ സ്ത്രീകളുടെയും ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് Ashapurna Debi is comparing women to matchbox. First reason, outside the matchbox is very humble, very meek, very harmless. ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ഉപകാരം ചെയ്യുന്നില്ല എന്നല്ല, ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് വിമനും അല്ലേ. സ്ത്രീകളെ കാണുമ്പോൾ എങ്ങനെയാ? ദേ ആർ വെരി ഹംബിൾ ആൻഡ് മീക്ക്. ബട്ട് ഇൻസൈഡ് എവറി മാച്ച് ബോക്സ് ഹാസ് ദ ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് ഓഫ് ഫ്ലെയിം. എല്ലാത്തിനെയും ജ്വലിപ്പിക്കാനായിട്ടുള്ള പവർ അതിനുണ്ട്. അതുപോലെയാണ് സ്ത്രീകൾ. പുറമെ ഹമ്പിൾ ആണെങ്കിലും ഉള്ളിൽ എന്തുണ്ട്? ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയരാനും പ്രതികരിക്കാനും കഴിവുള്ള ഗൺ പൗഡേഴ്സ്, മരുന്ന്, അത്രയും പവർ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നൗ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് യു വാണ്ട് ആൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ സ്റ്റോറി. Then look carefully at that enormous 3-story house in front of us. നമ്മളൊരു ഇമാജിനേറ്റീവ് ആയിട്ടൊരു കഥയിലേക്ക് കൊണ്ടുപോകാൻ. എനോർമസ് എന്ന് വെച്ചാൽ എന്താ? വളരെ വലിയൊരു വീടാണ്. ഓക്കെ, സൺഡേ മോർണിംഗ്. ഇതിനകത്തെല്ലാം ഒന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യില്ല. മെയിനായിട്ടും മനസ്സിലാവേണ്ട ഐഡിയ മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്റ്റോറി പോലെ വായിച്ചു പോവാം. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. അലക്കുന്നയാൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്സ് ഓഫ് അജിത് ഡർട്ടി ക്ലോത്ത്സ്. സി, ഫസ്റ്റ് ക്യാരക്ടർ വരികയാണ്. നെയിം അജിത്. To the washerman, Nomida goes through the pockets one last time and discovers the letter. Second character, Nomida. അജിത്തും നോമിതയും സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് എന്ന് പറയുമ്പം അജിത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിനെയും നോമിത റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിമനെയുമാണ്. ഓക്കെ, നൗ അവരുടെ വീട്ടിൽ വാഷർമാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാഷർമാൻ എന്ത് ചെയ്യാണ്? അവിടുത്തെ ഡ്രസ്സുകളൊക്കെ അലക്കാനായിട്ട് നോമിത കൊടുക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ്. ഹീപ്പ് എന്ന് കണ്ടാൽ എന്താ? ഹീപ്പ് എന്ന് പറഞ്ഞാൽ ആ റൂമിലോട്ടൊന്ന് നോക്കിയാൽ അപ്പോൾ കാണാൻ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാവും. അമ്മ വന്ന് അലക്കാനായിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ, അതിനാണ് ഹീപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെയാണ് അജിത്തിൻ്റെ ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ നോമിത എന്ത് ചെയ്യാണ്? ആ ക്ലോത്ത്സ് എല്ലാം എടുത്ത് വാഷർമാന് കൊടുക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്? നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം. ഒറ്റ പ്രാവശ്യം കൂടെ അല്ലേ, നമ്മളൊക്കെ അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്. അലക്കുന്നതിന് തൊട്ടും എല്ലാ കീശയിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെകഞ്ഞ് നോക്കും. അതുപോലെ നോക്കുമ്പോൾ നോമിത ഡിസ്കവേഴ്സ് എ ലെറ്റർ. ഓക്കെ, ഒരു ലെറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. എന്ത് ലെറ്റർ ആണെന്നുള്ളതാണ് ഇനി കൃത്യമായിട്ട് അറിയേണ്ടത്. ലവ് ലെറ്റർ ആണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ലെറ്റർ ആണോ, എന്താണോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെങ്ങാനും അമ്മ ഒരു ലെറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെൻഷൻ എങ്ങനെ ഉണ്ടാവും? ദ സെയിം. എ ട്വിസ്റ്റഡ് ക്രംപിൾഡ് എൻവലപ്പ് അറിയാതെ നമ്മൾ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്ന കവറിനാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. എ ട്വിസ്റ്റഡ് ആൻഡ് ക്രംപിൾഡ്. ക്രംപിൾ എന്ന് പറഞ്ഞാൽ ചുരുട്ടി കൂട്ടി മടക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ, ചില ആൻസർ ഷീറ്റുകളൊക്കെ എന്തുണ്ടാവും? ചിലപ്പോൾ കിട്ടുന്ന പാടെ തന്നെ എന്ത് ചെയ്യും? ചുരുട്ടി കൂട്ടി എല്ലാം കൂടെ, ഇത്ര മാർക്കൊക്കെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? വലിയ മാർക്കൊന്നും ഇല്ലെങ്കിൽ ആരും കാണാതിരിക്കാണ്ട് ചുരുട്ടി കൂട്ടി എല്ലാം കൂടെ ഒറ്റയടിക്ക് കീശയിലിടും. അതിനാണ് ട്വിസ്റ്റഡ് ആൻഡ് ക്രംപിൾഡ്. ഓക്കെ, ഇറ്റ്സ് മൗത്ത് ടോൺ. എന്താ മൗത്ത് ടോൺ എന്ന് പറഞ്ഞാൽ? നമ്മൾ എൻവലപ്പൊക്കെ പൊട്ടിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലണ്ടൊക്കെ പണ്ടത്തെ നമുക്കൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വലിച്ച് കീറും അല്ലേ, അതിനാണ് നമ്മൾ മൗത്ത് ടോൺ. അതിൻ്റെ തുറക്കുന്ന ഭാഗം ഓൾറെഡി കീറിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ആർക്കുള്ളതാണ് അത്? നോമിതയ്ക്കുള്ളതാണ്. ആരുടെ പോക്കറ്റിൽ? അജിത്തിൻ്റെ പോക്കറ്റിൽ. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കഥയൊക്കെ അങ്ങോട്ട് മാറി മറിഞ്ഞ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈറ്റിങ് വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കഥയുടെ ട്വിസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നോമിത അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നോമിതയുടെ പേരിൽ വന്ന ഒരു ലെറ്റർ കണ്ടുപിടിക്കുകയാണ്. എ ഫ്ലെയിം ഗോസ് അപ്പ് ടോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്.
തൻ്റെ പേര് വന്ന ലെറ്റർ ആണെന്ന് കണ്ടതോടെ നൊമിതയുടെ ഉള്ളിൽ ഒരു ഫ്ലെയിം, എന്താ ഫ്ലെയിം എന്ന് വെച്ചാൽ ഒരു തീ അങ്ങോട്ട് ആളിപ്പെടരുകയാണ്. എന്ന് വെച്ചാൽ എന്താ, ദേഷ്യം കയറുവാണ്. ഓക്കെ, നെർവ്സ് ആൻഡ് വെയിൻസ്, ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ്, നമ്മുടെ സകല ഞരമ്പുകളിൽ കൂടെ എന്താണ് ദേഷ്യം അങ്ങോട്ട് പകച്ച് കയറി കൈ വിറയ്ക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് ഇവിടെ കാണുന്നത് എക്സ്ട്രീം ആങ്കർ. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെയർ ഹാൻഡ്, തുണിയെല്ലാം എടുത്ത് ഒറ്റ എയറാണ്. ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. എനിക്ക് വന്ന ലെറ്ററാണ് അത്. അജിത്തിൻ്റെ പോക്കറ്റിനുള്ളിൽ ക്രംപിൾ ചുരുട്ടിക്കൊട്ടി വെച്ചിടുകയാണ്. അത് എന്താണെന്ന് അറിയാനായിട്ട് വേഗം തുറന്നു നോക്കുവാണ്. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. എപ്പോഴാണ് ഇത് വന്നതെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. സി, 3 ദിവസം മുൻപേ നൊമിതയ്ക്ക് വന്ന ലെറ്ററാണ്. അതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അജിത്ത് അവൻ്റെ പോക്കറ്റ് വെച്ചിരിക്കുകയാണ്. ഏകദേശം അജിത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലായി വരുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, കാരണം അജിത്തിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതാണ്. ഷീ ടേൺസ് ഓവർ ദി എൻവലപ്പ് ആൻഡ് മാച്ചസ് the postmark to the date, and that too bears the same witness. Yes, the letter came 3 days ago. 3 ദിവസം മുന്നേ വന്ന സാധനമാണ്. Ajit has opened it and read it, then crumpled it, twisted it and dropped it into his pocket and left it there. അജിത്തിൻ്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. 3 ദിവസം മുന്നേ അജിത്തിന് കിട്ടിയ ആ ലെറ്റർ പുള്ളി അത് തുറന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞ് നൊമിതയ്ക്ക് കൊടുക്കേണ്ടതിന് പകരം അത് ചുരുട്ടിക്കൂട്ടി ആൾ എന്ത് ചെയ്യാണ്, നൊമിതനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൻ്റെ ഉള്ളിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഹാസ് ഇൻ ഫെൽ ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നൊമിത. നൊമിതയോട് എന്നാൽ പിന്നെ ആ ലെറ്റർ ഇങ്ങനെ പറഞ്ഞാൽ വന്നിട്ടുണ്ട് എന്നൊന്ന് മെൻഷൻ ചെയ്യാൻ പോലുമുള്ള ഒരു കേർട്സി, ഒരു മര്യാദ പോലും അജിത്തിനില്ല. അതാണ് പറയുന്നത്, നോട്ട് ഈവൻ മെൻഷൻഡ് ഇറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും പറയാമായിരുന്നില്ല എന്നാണ് ഇതൊക്കെ നൊമിത ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുന്നതാണ്. നൗ ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ടോപ്പ് നൗ ബേൺ സ്റ്റെഡിലി. നേരത്തെ കണ്ടില്ലായിരുന്നു 2 പാരഗ്രാഫ് മുകളിൽ ഒരു ഫ്ലെയിം ഗോസപ്പ്. ഇത്രയും കൂടെ ലെറ്റർ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് 3 ദിവസം മുന്നേ വന്നിട്ട് അത് അയാൾ വായിക്കുകയും ചെയ്തു. അതാണ് മൗത്ത് ടോൺ. എന്നിട്ട് അതെന്താണ്, എനിക്ക് തന്നിട്ടുമില്ല എന്ന് എല്ലാം കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തീക്കനൽ അങ്ങോട്ട് ആളിപ്പടരാനായിട്ട് തുടങ്ങി. ഹിസ്സിങ് എന്താ, സ്നേക്ക് ഹിസ്സിങ് അല്ലേ? പാമ്പിൻ്റെ ചില സമയത്ത് ഹിസ്സിങ് ആണ്, സൗണ്ടിനെ കേൾക്കാം. ചില സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ചിലപ്പം അവരുടെ ദേഹം മുഴുവൻ ഉറഞ്ഞത്തുള്ളൂ. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പ്രതികാരത്തിൻ്റെ ദേഷ്യത്തിൻ്റെയൊക്കെ സൗണ്ട്, അതിന് ഹിസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹിയർ മൈൻഡ് സ്ട്രിങ്. ദേഷ്യം കൊണ്ട് പിടുത്തം വിട്ട് നിൽക്കുകയാണ് നൊമിത. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ്. ഇനി എന്തുകൊണ്ടാണ് നൊമിതയ്ക്ക് ഇത്രയും ദേഷ്യം വരാനായിട്ടുള്ള കാരണം? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ അറിയാണ്ട് ചെയ്തു പോയെന്ന് വിചാരിക്കാം. പക്ഷെ നൊമിത വിചാരിക്കുകയാണ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. കാഷ്വൽ ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഒരു ലെറ്റർ വന്നു, അത് അജിത്ത് എടുത്തു, തരാൻ മറന്നുപോയി, എന്തോ തിരക്കിനിടയിൽ കീശയിലേക്ക് വെച്ചു. അങ്ങനെയുള്ളൊരു കാഷ്വലായിട്ട് നടന്നൊരു കാര്യമല്ല. പക്ഷെ എന്താണ്, ഇറ്റ്സ് ഡെലിബറേറ്റ്, മനഃപൂർവ്വമാണ്. എന്ത്, ലെറ്റർ മേടിച്ചതും അത് 3 ദിവസമായിട്ട് തരാതിരുന്നതും എല്ലാം മനഃപൂർവ്വമാണ്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ആദ്യത്തെ സംഭവമല്ല. ഓക്കെ, Ajit's nature is exactly like that. See, the first point we are coming. ഇപ്പോൾ ഏകദേശം 2 പേരുടെയും റിലേഷൻഷിപ്പ് മനസ്സിലാവുന്നുണ്ടാവും. അജിത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇസ് ഇറ്റ് എ പോസിറ്റീവ് ക്യാരക്ടർ? നോ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ നെഗറ്റീവ് ക്യാരക്ടർ. ഓക്കെ, സോ ഇത്രയുമാണ് ആദ്യത്തെ പാർട്ടിൽ ഉള്ളത്. ഓൾറൈറ്റ്, ഇനി ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ക്വിക്കായിട്ടൊന്ന് പോവാം. ഇനി അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ക്യാരക്ടർ അങ്ങനെയാണെന്ന് നൊമിത പറയുന്നത്. സംഹൗ ഹി ഗെയിൻഡ് ദ പൊസിഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. അവരുടെ വീട്ടിലൊരു ലെറ്റർ ബോക്സ് ഉണ്ട്. പോസ്റ്റ്മാൻ വന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് പുള്ളി പോവാണ് ചെയ്യുന്നത്. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 ഹാൻഡ്സ് ഇൻ ദാറ്റ് ജോയിന്റ് ഫാമിലി. വാട്ട് ടൈപ്പ് ഓഫ് ഫാമിലി? നമ്മുടെ പോലെ 2-3 ആൾക്കാരുള്ള ഫാമിലി അല്ല, 26 ആൾക്കാർ താമസം. അതാണ് 52 ഹാൻഡ്സ് എന്ന് വെച്ചാൽ എത്രയുണ്ട്, 52 ആൾക്കാരാണോ? അല്ല, 26 ആൾക്കാർ താമസിക്കുന്ന ഒരു വലിയ ജോയിന്റ് ഫാമിലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മാനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും 2-3 ദിവസം ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് പുള്ളി പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലെറ്റർ ബോക്സിൻ്റെ കീ ആരുടെ കയ്യിലുള്ളത്? അജിത്തിൻ്റെ കയ്യിൽ. കാരണം എന്താ, നൊമിതയ്ക്ക് വരുന്ന ലെറ്ററുകൾ ആദ്യം പോയി ചകഞ്ഞ് പിടിക്കണത് അജിത്താണ്. ചെറിയൊരു സംശയരോഗം പോലെ പുള്ളിക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലേ. നമുക്ക് പയ്യെ കാര്യം മനസ്സിലാവും. അതാണ് ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ്. അതായത് അവിടെ 52 കൈകൾ, 26 പേരുടെ 52 കൈകളുണ്ടെങ്കിലും നൊമിതയ്ക്ക് വരുന്ന ലെറ്റർ ആദ്യം പോയിട്ട് കണ്ടുപിടിക്കുന്ന ആരായിരിക്കും? അജിത്ത് ആയിരിക്കും. നൊമിത പോലും അറിയില്ല. ആൻഡ് വെനെവർ ദർ ഇസ് എ ലെറ്റർ വിത്ത് നൊമിതാസ് നെയിം ഓൺ ദ envelope, he opens, reads it first and only then does he give it to her. നൊമിതയും അറിയില്ല, ആരും അറിയില്ല. നൊമിതയുടെ പേരിൽ ലെറ്റർ വന്നാൽ പുള്ളി തന്നെയായിരിക്കും ആദ്യം പൊട്ടത് എടുക്കുക. Now it's possible that often times he does not give it to her at all. See, ഇതിന് മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ലെറ്റർ വന്നത് നൊമിത അറിഞ്ഞിട്ട് പോലുമില്ല, കൊടുത്തിട്ടുമില്ല. Okay, now it's possible that often times he doesn't give it to her at all. At least that's the suspicion. Suspicion എന്താ? ഡൗട്ടാണ്. That has taken deep root in Nomida's mind.
എന്തുകൊണ്ടാണ് നൊമിതയ്ക്ക് വരുന്ന ലെറ്ററുകൾ അജിത്ത് തരാത്തത്? സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്നൊരു സംശയമുണ്ട് അല്ലേ? നമുക്ക് 2-3 ലെറ്ററുകൾ വന്നു, ആരുന്ന് ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് തരാണ്ട് അജിത്ത് എന്ത് ചെയ്യുന്നു? വായിക്കുകയും ചെയ്യുന്നു, വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി കീശയിലിടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താവും? നൊമിതയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം എന്താണ്? അങ്ങനെ തന്നെയാണ്. ഓക്കെ, സംതിങ് വെരി ബാഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. Okay, now we are moving to the second part on page number 18, second paragraph. നമ്മൾ കണ്ടു നിർത്തിയത് Nomita is actually living in a joint family consisting of 26 members, plus there is a letter box, and the key of the letter box is actually held by Ajit, because Ajit wants to always pick up the letter sent only for Nomita. വേറെ ഒരു ലെറ്റർ ഒന്നും തൊട്ടില്ല. നൊമിതയ്ക്ക് വരുന്ന ലെറ്ററുകളെല്ലാം അജിത്തിന് കൈക്കലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കീ, ലെറ്റർ ബോക്സിൻ്റെ കീ അജിത്ത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അജിത്തിൻ്റെ സസ്പീഷ്യസ് നേച്ചറിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയാൻ പോവാണ്. ഈ അജിത്ത് ആൻഡ് ഹിസ് സസ്പീഷ്യസ് നേച്ചർ, ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയിന്റ്സുകൾ കൃത്യമായി ഓർഡർ ചെയ്ത് വെക്കണം. കാരണം നൊമിതയുടെയോ അജിത്തിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ അതിൽ ഉൾപ്പെടുത്തേണ്ട മേജർ പോയിന്റ്സുകളിൽ ഒന്നാണ് ഇത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. Now let me ask you a question. Why does Ajit always open the letters sent to Nomita? നൊമിതയ്ക്ക് കൊണ്ടുവരുന്ന ലെറ്ററുകളൊക്കെ എന്തുകൊണ്ട് അജിത്ത് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്? Because he is very suspicious. He is very suspicious about the content of the letter. Okay, that means he has no credibility to his relationship. He never believes his wife. Okay, so ഇതൊക്കെയാണ് ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. There is no credibility given by the male dominated society. Okay, now ഇതിലെ major point, he has been never able to discover any letter at its slightest degree suspicious. സംശയാസ്പദം ഇതുവരെയും ഒരുപാട് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, അതെല്ലാം അജിത്താണ് ഹോൾഡ് ചെയ്തത്, വായിച്ചു നോക്കിയത്. പക്ഷെ ഒന്നിൽ പോലും സംശയകരമായ രീതിയിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുള്ള രീതിയിൽ ഒന്നും അജിത്തിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. Still he keeps on doing it. Okay, still this ugly habit of his won't go. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. സി ദ മീനിയൽ ആറ്റിറ്റ്യൂഡ്, ഏറ്റവും വളരെ അടിസ്ഥാനപരമായിട്ട് യാതൊരു ബേസിക് എറ്റിക്വേറ്റ്സും ഇല്ലാത്ത, ഒരു മര്യാദയും ഇല്ലാത്ത ഒരു ബിഹേവിയറാണ് അജിത്തിൻ്റെത്. ഓക്കെ, നോട്ട് വിത്ത് നൗ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നൊമിതയുടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. Okay, she is extremely frustrated. It's not for the first time, it's not for the second time, it has been. Ajit has been doing it. Okay, so she is very much frustrated. So she thinks in mind. Not with Nomita's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. The unchanging attitude of Ajit is clearly described here. എന്തൊക്കെ ചെയ്താലും അജിത്തിൻ്റെ സ്വഭാവം മാറില്ല. എന്തൊക്കെ ചെയ്താലും എന്ന് പറഞ്ഞാൽ നൊമിതാസ് ആങ്കർ, നൊമിത എത്ര ദേഷ്യപ്പെട്ടാലും, ഓർ ടേക്കിംഗ് ഒഫൻസ്, എത്ര കുറ്റപ്പെടുത്തിയാലും, ഓർ ബിറ്റർ റിപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യാന്നുള്ളത്, ക്രിട്ടിസൈസ് ചെയ്യുക. എത്രത്തോളം ഈ ഒരു ക്യാരക്ടറിനെ ക്രിട്ടിസൈസ് ചെയ്താലും വിമർശിച്ചാലും, ഓർ ട്രൈങ് ടു ഷെയിം, നാണം കെടുത്തിയാൽ പോലും അജിത്തിൻ്റെ ഈ ക്യാരക്ടറിന് ഒരു മാറ്റവും ഇല്ല. Got it? So അതാണ്, that's what Nomita is thinking. Such an unchanging, ruthless attitude. Now, next paragraph, next line, we are going to see how does Ajit responds to these letters or Nomita. If she mentions it, first he tries to laugh it away. That's an important word, laugh it away. And if laughter does not get him out of deep water, he scolds her. ഒരുപാട് പ്രാവശ്യം നൊമിത ഇങ്ങനെ ചെയ്യരുത് എന്ന് അജിത്തിനെ വാൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അജിത്? ഹി ജസ്റ്റ് ലാഫ്സ് ഇറ്റ് അവേ. എന്താ ലാഫ് അവേ? നമ്മളോട് ഒരാളൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അയാളുടെ ആ കാര്യം കേട്ടതിന് ശേഷം വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ ജസ്റ്റ് ലാഫിങ് അവേ? പറയുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും തോന്നുക? അയാളെ കളിയാക്കുന്നതായിട്ടായിരിക്കും തോന്നുക. Okay, so this is the attitude of male dominated society towards opinions of women. സ്ത്രീകൾ പറയുന്ന അവരുടെ ഒപ്പീനിയൻ, അവരുടെ നിർദ്ദേശങ്ങളൊന്നും മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ഒരിക്കലും സ്വീകരിക്കാറില്ല. ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ ടു ദ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി. കാരണം എന്താ? സ്ത്രീകളെ എപ്പോഴും സബ്മിസീവായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടാണ് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി കാണുന്നത്. ഇതാണ് അജിത്തും ചെയ്യുന്നത്. ഓക്കെ, അജിത്തിനോട് എത്ര ദേഷ്യപ്പെട്ടാലും എന്താ ചെയ്യുന്നത്? അജിത്ത് ഈസ് സിംപ്ലി ലാഫിങ് ഇറ്റ് അവേ. ഹി ഡസ് നോട്ട് മൈൻഡ്. ഓക്കെ, അത്രയും ടെറിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതും നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതേണ്ട ഒരു മേജർ പോയിന്റ് ആണ്. ഓക്കെ, ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. It's nothing much a letter from Nomita's mother.
Now we are going to find another character, that is Nomita's mother. Okay, ഇത് അജിത്ത് വിചാരിക്കുന്നത് പോലെ വേറെ ഒരു ആളുടെ കയ്യിൽ നിന്നും വരുന്ന ലെറ്റർ അല്ല. ഇതെപ്പോഴും ലെറ്റർ ഒറ്റ ആളുടെ കയ്യിൽ നിന്ന് വരുന്നത്, അത് നൊമിതയുടെ അമ്മയുടെ കയ്യിൽ നിന്നുമാണ്. അതറിയാം അജിത്തിന്, എന്നാലും തുറന്നു നോക്കുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫും ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് നൊമിതയുടെ മദറിനെ പറ്റിയിട്ടാണ്. വാട്ട് ടൈപ്പ് ഓഫ് ലേഡി ഷീ ഈസ്. ഓക്കെ, it's a standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. ലോങ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. നിങ്ങൾ ഇതിനകത്ത് വായിച്ചധികം ബ്രെയിൻ ഹീറ്റ് ചെയ്യിക്കൊന്നും വേണ്ട. ഇതിനകത്ത് പറയുന്നത് നൊമിതയുടെ മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ആൻ ഓപ്പർച്യൂണിസ്റ്റ്. അവസരങ്ങളെ മുതലാക്കുന്ന ഒരു അമ്മയാണ് നൊമിതയുടെ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെറ്ററിലെ കണ്ടന്റിനെ പറ്റിയിട്ട് എന്ത് പറയുന്നത്? ലെറ്ററിൽ എന്താണ്? നൊമിതയ്ക്ക് സുഖമാണോ, സുഖമെന്ന് അങ്ങനെയുള്ള കണ്ടന്റുകളൊന്നുമല്ല. ഒറ്റ കാര്യം ഇതിനകത്ത് എപ്പോഴും ഉള്ളൂ, ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലയിൻസ്. എന്താ ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് അല്ലേ. നൊമിതയുടെ അമ്മ എപ്പോഴും നൊമിതയ്ക്ക് എഴുതുന്ന ലെറ്ററുകളിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് പറയണത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്തതും ഉള്ളതും എല്ലാം പറയും. എനിക്കതില്ല, എനിക്കിതില്ല, ഇവിടെ അതില്ല, ഇവിടെ അതില്ല, അതുകൊണ്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ഒരുപാട് പരാതികൾ മാത്രമാണ് ആ ലെറ്ററിനകത്തുള്ളത്. ഓക്കെ, നൗ യു മൈ ബി ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് എ attitude or what type of a lady she is. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത്? ഫസ്റ്റ് വൺ, സീലിംഗ് ഓഫ് ഹെയർ റൂം ഈസ് ക്രാക്ഡ്. റൂമിൻ്റെ സീലിംഗ് എല്ലാം എന്ത് ചെയ്തു? ക്രാക്ക്, വിള്ളലുകൾ സംഭവിച്ചു. റെയിൻ വാട്ടർ ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീം. സീസ്ലെസ്, അൺസ്റ്റോപ്പബിൾ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങുകയാണ്. ഇഫ് ദിസ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡിഡ്. റെമഡി എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരം അല്ലേ. പരിഹരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഷി വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. മേൽക്കൂരയെല്ലാം ഇടിഞ്ഞ് ഷി വിൽ ബി ക്രഷ്ഡ് അണ്ടർ, അതിനടിയിൽ വീണ് അവൾ മരിക്കും, അമ്മ മരിക്കുമെന്നാണ് പറയണത്. സി, ഓൺലി കംപ്ലൈൻസ്. ഓഫ് കോഴ്സ് ഷി ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വലി. Now, her daughter is a queen. This is an important line. Her son-in-law high-minded, large-hearted, therefore. See, അവസാനത്തെ രണ്ട് സെൻറ്റൻസുകളാണ് വാട്ട് ടൈപ്പ് ഓഫ് എ ലേഡി ഷീ ഈസ് എന്നതിനെ എക്സാക്ട്ലി നമുക്ക് കാണിച്ചിരുന്നത്. ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ. തൻ്റെ മകൾ ആരാണെന്ന് കാണിക്കുന്ന ഒരു രാജ്ഞിയാണെന്നാണ് ആ അമ്മ പറയണത്. ആൻഡ് ദ സൺ ഇൻ ലോ, അജിത് ആരാണെന്നാണ് പറയണത്? ഹൈ മൈൻഡഡ്, വിശാല മനസ്കനാണ്. ലാർജ് ഹാർട്ടഡ്, ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. മനസ്സിലായല്ലോ? നമ്മളൊരാളെ നോക്കിയിട്ട് പറയണം സച്ച് എ ലാർജ് ഹാർട്ടഡ് പേഴ്സൺ യു ആർ. ഇത്രയും വിശാലമായൊരു മനസ്സുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സി, ഷീ ഇസ് എ ഫ്ലാറ്ററിങ് പേഴ്സണാലിറ്റി. പുകഴ്ത്തുകയാണ്. ഉണ്ടല്ലോ, അജിത്തിനെയും നൊമിതനെയും പുകഴ്ത്തുകയാണ്. അതെന്തുകൊണ്ടാണ്? അജിത്തിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എക്സാക്ട്ലി വി നോ. പക്ഷെ എന്താണ്? നൊമിതയുടെ മദർ എന്ത് ചെയ്യാണ്? പുകഴ്ത്തുകയാണ്. വൈ? ബിക്കോസ് ഷീ ഈസ് ടേക്കിംഗ് ഔട്ട് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങൾ മുതലാക്കുന്ന ഒരാളാണ് നൊമിതയുടെ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അഗെയിൻ കുറച്ച് കാര്യങ്ങളും കൂടെ അതുമായി ബന്ധപ്പെട്ടിട്ട്. ആൻഡ് ഇൻഡിജന്റ് വിഡോ, ഇൻഡിജന്റ് പുവർ, വളരെ ദരിദ്രയായിട്ടുള്ള ഒരു വിഡോ ആണ്, വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ. ആകെ നൊമിത മാത്രമാണ് ഉള്ളത്. ആൻഡ് ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്ക് എലോൺ. കൺസൈനിങ് ഓഫ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനെയാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ജോയിന്റ് ഫാമിലിയിലേക്ക് നൊമിതനെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ആർക്ക് സാധിച്ചു? അമ്മയ്ക്ക് സാധിച്ചു. അതൊരു നല്ല കാര്യമാണല്ലേ. പക്ഷേ അടുത്ത ലൈൻ നോക്കുക. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. അങ്ങനെ കല്യാണം കഴിപ്പിച്ചതിന് നന്ദി സൂചകമായിട്ട് എല്ലാ ലെറ്ററിലും ഞാനാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്, അതിൻ്റെ നന്ദി നിനക്ക് എന്നോട് ഉണ്ടാവണം, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കണം, കാരണം മറക്കരുത് ഞാൻ കാരണമാണ് നീ എന്ത് ചെയ്തത്, ഒരു നല്ല നിലയിൽ. ഈ പറച്ചിലാണ്, ഈ ഓപ്പർച്യൂണിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്. ദിസ് ഇസ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് നോമിത. ഓക്കെ, അവസരങ്ങൾ, എന്നാൽ ഫിഷിംഗ് ത്രൂ ഇൻ ദ വാട്ടർ, ഫിഷിംഗ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കലക്കി മീൻ പിടിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ആൻഡ് ഷി ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ എലോങ്. ദിസ് ഇസ് ദ ക്യാരക്ടർ. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും മനസ്സിൽ വെക്കുക. Now, whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." എല്ലാ ലെറ്ററിലുമുള്ള കണ്ടന്റ് ഒന്ന് മാത്രമാണ്, ഐ വോണ്ട് മണി. നൊമിതയുടെ മദർ പറഞ്ഞത് എന്താ, കുറച്ച് പൈസ വേണം. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം ലെറ്റർ വരുമ്പോഴേ അജിത്തിനറിയാം ഇതിനുള്ളിൽ എന്താണ്, പൈസ ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ലെറ്റർ കാണുമ്പോൾ തന്നെ അജിത്ത് പലപ്പോഴും നൊമിതയോട് ഇതിനു മുമ്പ് പറഞ്ഞ എന്താ, വൈ ടു റീഡ് ദാറ്റ്, എന്തിനാ അത് വെറുതെ പൊട്ടിച്ച് വായിക്കാൻ നോക്കുന്നത്, അതിലും ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ആ അഡ്രസ്സിൽ സെൻഡ് ചെയ്യാം.
ഒരു റിഡിക്കുലസ് ആയിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് പിന്നെ ക്യാഷ് സെൻഡ് ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, സോ അവിടെ എന്താണ്, നൊമിത ആക്ച്വലി ബേൺ ചെയ്യാണ്. നൊമിത ആക്ച്വലി അവളുടെ അമ്മയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം അജിത്തിന് മുമ്പിൽ തൻ്റെ വില നഷ്ടപ്പെട്ടു പോവാണ്. നൗ നൊമിതാസ് ഹെഡ് ഹാങ്സ് ലോ, സി, with the shame and the insult of it. നാണം കെട്ടു പോവാണ്. So some time ago, out of anger and grief, Nomita forbade her mother from writing to her on postcards. അവസാനം ഗതി കെട്ടിട്ട് അജിത്തിൻ്റെ ഈ കുത്തുവാക്കുകൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം എന്താണ്, നൊമിത പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഫോർബിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിഷേധിക്കുക അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുക. ഓക്കെ, അതിനെ നമ്മൾ ഫോർബിഡ് എന്ന് പറയുന്നത് ഓർഡർ നോട്ട് ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നതിനാണ്. അപ്പോൾ അമ്മയോട് പോസ്റ്റ് കാർഡ് ഇങ്ങനെ അയക്കരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ വുഡ് ട്രൈ ടു സെൻഡ് ഹെർ എ ലിറ്റിൽ മണി വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗെദർ ഇൻ സീക്രട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ലെറ്റർ അയക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ കുറച്ചായിട്ട് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് നൊമിത അമ്മയ്ക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അവിടെ വരുന്ന എല്ലാ എൻവലപ്പും അമ്മയുടേതാണ്. അതിനുള്ളിൽ എന്താണ് കണ്ടന്റ്, ആരെയും കുറ്റം പറയുന്നതല്ല, തൻ്റെ സ്വയം ദാരിദ്ര്യം ഓരോന്നും പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചെടുക്കുന്ന അമ്മയുടെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. സഡൻലി നൊമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. അമ്മയോടും ദേഷ്യമാണ്. കാരണം എന്താ, നോ ബഡി അണ്ടർസ്റ്റാൻഡ്സ് ഹെർ സിറ്റുവേഷൻ. ഒരിക്കൽ പോലും നൊമിതയുടെ അമ്മ അവളോട് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല. ഇൻസ്റ്റഡ് ഷീ ഓൾവേസ് ടേക്കിംഗ് ദ ക്രെഡിറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, സി ദ ഏലിയനേറ്റഡ് സിറ്റുവേഷൻ. ആരുമില്ല ഒന്ന് കൺസോളേറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നിങ്ങൾ കീപ്പപ്പ് ചെയ്യേണ്ട ഐഡിയാസ് ആണ്. ഓക്കെ, why does she keep on begging like this? Why won't she let Nomita keep her self-respect, her dignity? This is an important point. See, because of the mother, Nomita is enforced, or Nomita has to surrender her dignity and self-respect in front of Ajit. അജിത്തിൻ്റെ മുമ്പിൽ തൊലി ഉരിഞ്ഞു പോവാണ്, കാരണം ഒന്നും പറയാനില്ല. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണുന്നുണ്ട് അജിത്ത് ഈ അമ്മയുടെ പേരിൽ നൊമിതനെ വീണ്ടും എന്ത് ചെയ്യുന്നത്, റെഡിക്യൂൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. വിൽ സീ ദാറ്റ്. നോർത്ത് വെക്കുക. No, this time she will write and tell her mother clearly, I can't do any more, don't hope for anything from me. സ്ട്രിക്റ്റ് ആയിട്ട് പറയും, ഇനി ഒരു പൈസയും തരാൻ പറ്റില്ല എന്ന്. Right then Ajit steps into the room. Yes, there comes the person. After finishing his leisurely Sunday bath. സൺഡേ ആണ്, ഹോളിഡേ ആണ്, ആഘോഷമായൊരു കുളി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. Nomita's sharp indignation at the insult simmering all this while seems to want to dash itself violently against him. Indignation, ദേഷ്യമാണ്, റിസൈൻമെൻറ്റ്. ഓക്കെ, അമിതമായ ദേഷ്യം. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഡോപ്പ് അപ്പ് ദ ഫ്ലെയിംസ് ഇൻസൈഡ് ദ വെയിൻസ്, ഉള്ളിൽ കത്തി നിൽക്കുകയാണ്. ആൻഡ് ഷി വാണ്ട്സ് ടു ഡാഷ് വയലൻ്റ്ലി. ഡാഷ് എന്ന് പറഞ്ഞാൽ പഞ്ച് ചെയ്യുക, ഇടിച്ച് പരത്താനായിട്ടാണ് തോന്നുന്നത്. നൊമിത റോർസ് ഔട്ട്. ഹു ഈസ് ആക്ച്വലി റോറിങ്? ഇസ് ഇറ്റ് ദ ഹ്യൂമൻ? നോ, ലയൺസിനെയാണ് നമ്മൾ റോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സിംഹത്തെ പോലെ അലറുകയാണ്. എന്താ ചോദിക്കുക, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? ഇതെപ്പോൾ എത്തി? അജിത് ഗ്ലാൻസസ് അറ്റ് ഹിയർ ഒബ്ലീക്ലി, നോട്ട് ഡയറക്റ്റ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നൊരു കള്ള നോട്ടമുണ്ട്, നേരെ നോക്കൂല, ഒരു കണ്ണിച്ചിരി മാറ്റം കൂടെ, അതിനാണ് ഒബ്ലീക്ക്. അജിത് അണ്ടർസ്റ്റുഡ് ഹിസ് മിസ്റ്റേക്ക്. ഓക്കെ, അതാണ് എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. ഈ ലെറ്റർ കിട്ടിയപ്പോഴേ അജിത്തിന് മനസ്സിലായി ഇതിനുള്ളിലെ കണ്ടന്റ് എന്താ, ക്യാഷാണ്. അതുകൊണ്ട് ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. He was going to tear it up and throw it away. He has made a big mistake. അത് വായിച്ച് അല്ലെങ്കിൽ വായിക്കുപോലെ വേണ്ട, അത് അന്നേരം കീറി ത്രോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിന് പിന്നീട് എപ്പോഴെങ്കിലും ത്രോ ചെയ്യാമെന്ന് വിചാരിച്ച് പോക്കറ്റിലിട്ടാണ്. ബട്ട് he forgot. അതാണ് he has made a big mistake. റിയ മറന്നുപോയി. Not that Ajit is going to feel abashed about that, as though trying hard to remember his letter. ഇനി ഒന്നും സംഭവിക്കാത്തപോലെ. See the changing attitude of Ajit. Letter, കത്ത്, ഏത് കത്ത്? അതാണ് ചോദിക്കുന്നത്. What letter? Oh yes, indeed, there was a letter from your mother. ഓ, ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. I just hadn't got around to giving it to you. അത് നിനക്ക് തരണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, പക്ഷെ മറന്നുപോയി. Now why hadn't you got around to it? ഇനി നമ്മൾ കാണാൻ പോകുന്നത് അജിത്തും നൊമിതയും തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ്. ഓക്കെ, ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. കാരണം അതിനകത്ത് രണ്ടുപേരുടെയും വെർബൽ ക്ലാഷുകളാണ്. ആൻഡ് വി ആർ സീയിങ് ഹൗ നൊമിത ബീങ് വെരി കാം gradually, eventually turning into a big criticism in front of Ajit. Okay, now we are moving to the clash between Nomita and Ajit. Okay, രണ്ടുപേരും തമ്മിൽ അടി കൂടുന്നത് എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടമാണ് അല്ലേ. Here we are going to find the verbal clash, okay, turning into big violence between Ajit and Nomita. Page number 19, second part on the top. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? തരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പിന്നെ എന്തുകൊണ്ട് തന്നില്ല?
അതാണ് ചോദിക്കുന്നത്. വാട്ട് എ നോയിസൻസ്, അജിത് സേസ്. ഐ ഹാഡ് ഫോർഗോട്ടൻ. വൈ എൽസ്? ഞാൻ മറന്നുപോയി, അല്ലാണ്ട് എന്താണ്? സി ഹൗ അജിത് ഈസ് ജസ്റ്റിഫൈങ് ദ തിങ്സ്. ലയർ, നോമിത ഹീസസ് ലൈക്ക് എ സ്നേക്ക്. സി, why are you saying whatever comes to your mouth? Don't people forget? Again Ajit justifying. ആൾക്കാർ മറന്നു പോകും, സ്വാഭാവികമാണ്. അതിനിങ്ങനെ ലയർ എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. No, they don't. Why did you open my letter? See, the relationship is being broken. എൻ്റെ നിൻ്റെ എന്നുള്ളൊരു ഡിഫറൻസ് അവിടെ വരികയാണ്. Okay, so why have you opened my letter? This charge Ajit tries to scatter to the windows. അത് കേട്ടപ്പോഴത്തേക്ക് അജിത്തിന് ദേഷ്യം പിടിക്കുകയാണ്. Now what if I opened it my own wife's letter? എൻ്റെ ഭാര്യയ്ക്ക് വരുന്ന ലെറ്ററുകൾ എന്തുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്തുകൂടാന്നാണ് ചോദിക്കുന്നത്. ബി ക്വയറ്റ്, ഐ വിൽ ടെൽ യു. ഫോർ വാട്ട് റീസൺസ് ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവൻറ്റ് ഐ ടോൾഡ് യു 1,000 times not to? ഓക്കെ, സോ എന്തുകൊണ്ടാണ് നൊമിത ഇതിനു മുമ്പ് ഒന്നും ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല? ഷീസ് എക്സ്ട്രീംലി ഫ്രസ്ട്രേറ്റഡ്. ഗതികെട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത്, എന്നിട്ട് വൈ ആർ യു ഡൂയിങ് ഇറ്റ് ലൈക്ക് ദിസ്? ഷീസ് ആസ്കിങ്. അജിത് ഡസ് നോട്ട് ഫിയർ നൊമിതാസ് ആങ്കർ. നൊമിതയുടെ ദേഷ്യത്തിനോടൊന്നും അജിത്ത് അതാണ് ലാഫ് ഇറ്റ് അവേ, അതൊന്നും വകവെക്കുന്നില്ല എന്നാണ്. പക്ഷേ ഹി ഫിയേഴ്സ് എ റോ എന്ന് വെച്ചാൽ എന്താണ്? ആർഗ്യുമെൻ്റ് ആണ്. അല്ലെ, നമ്മൾ പലപ്പോഴും പറയുന്നത് പെണ്ണുങ്ങളോട് പിടിച്ചേക്കാൻ പറ്റില്ല, വാക്കുകൾ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് നൊമിത ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉരുളയ്ക്കുപ്പേരി ടിറ്റ് ഫോർ ടാറ്റ് തരുന്ന കണ്ടപ്പോഴത്തേക്ക് അജിത്തിന് എന്ത് ചെയ്തു? വാക്കുകൾ കിട്ടുന്നില്ല. സോ ഹി സ്മൈൽസ് ആൻ അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് ദെൻ ഇറ്റ്സ് എ ഡെഫിനറ്റ് സംതിങ്. എന്നോട് വായിക്കരുത് എന്ന് പറയുവാണെങ്കിൽ അതിനുള്ളിൽ എന്തോ കള്ളത്തരമുണ്ട്. ഷുഡിൻ്റ് ഐ മേക്ക് ഷുവർ ദറ്റ് നോ വൺ ഈസ് പാസിങ് യു ദ ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രറ്റ്? See the attitude. ലവ് ലെറ്റർ ഒന്നും അല്ല ആരും നിനക്ക് അയക്കുന്നത്. അമ്മയുടെ പേരിൽ അഡ്രസ്സ് മാറ്റി ആരും അയക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. ഇത്രയും നേരം എന്താണ്? ഒരു ഒബ്ലീക്ക് നോട്ടമായിരുന്നു അല്ലേ, ഇൻഡയറക്റ്റ് ഫേക്ക് സ്മൈൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ്? ഹി ഈസ് നോട്ട് ഏബിൾ ടു കീപ് ഹിസ് മാസ്ക്. നൗ ഹി ടു പിക്സ് അപ്പ് ദ പോയ്സൺഡ് നൈഫ്. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A tongue picker's daughter becomes a queen. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമ്മയെ നൊമിതയുടെ മദറിനെ വെച്ചിട്ട് അജിത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോൾ റിഡിക്കുലസ് ആയിട്ട് അതാണ് ഇവിടെ കാണുന്നത് അല്ലേ. നോക്കുക, ഹോൾഡ് ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് their palms to their son-in-law. That means, Nomita, you should remember that your entire family, that is your mother, even your mother is depending on me for the money. Okay, and you are a dung picker's daughter. ഒരാൾ ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത ഏറ്റവും നീചമായ രീതിയിലാണ് ആര് സംസാരിക്കുന്നത്? അജിത്ത് സംസാരിക്കുന്നത്. Shut up, Nomita yells. She is not able to give away. Their rooms on the 3rd floor. 26 പേരുണ്ട്, 3 നില തന്നെ മതിയാവില്ല. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. സി, 3ാമത്തെ നിലയിലായതുകൊണ്ടാണ് ഷട്ട് എന്ന് പറഞ്ഞ ആ വാക്ക് താഴെ എത്താണ്ടിരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞോനെ. നൗ ഷട്ട് അപ്പ്, അജിത് റോൾസ് ഔട്ട്. വാട്ട് ഷട്ട് അപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? I can't do anything. Almost panting എന്ന് വെച്ചാൽ കിതയ്ക്കുന്നതിനെയാണ്. നൊമിത pronounces each word clearly. You want to see if I can do anything. This is the question every woman in the society should project in their life. Because in the present society, the male-dominated society has taken it consideration or has taken it for granted that women cannot do anything. ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഓക്കെ, ഇന്നത്തെ സമൂഹത്തിൽ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി വിചാരിച്ച് അവരെ കൊണ്ട് ഒന്നും പറ്റില്ല. ദേ കനോട്ട് ഡു. അതൊന്നും കൊടുക്കണ്ട. പൊളിറ്റിക്കലി ദേ കനോട്ട് ഡു, സോഷ്യലി ദേ കനോട്ട് ഡു. സോ ടുഡേ ഡോണ്ട് വെയിറ്റ്. എവറി വിമൻ യു സ്റ്റെപ്പ് ഔട്ട്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ക്വസ്റ്റ്യൻ that you want to see anything I can do. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? Are you doubtful? Are you suspicious about my talent, my potential? അതാണ് ഇവിടെ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് ആണ്. ഓക്കെ, നൊമിത ചോദിക്കുന്നതിലൂടെ ഓരോ സ്ത്രീയും സമൂഹത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് don't underestimate. Okay, now you want to see if I can do anything, and immediately she does something that is astonishing, unexpected ആയിട്ടുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. What is that she is doing? She grabs Ajit's matchbox that's lying near his cigarettes on the table and she lights a matchstick and touches it to her sari. കൊളുത്താണ്. Instantly it flares up the very fine ankle of a wealthy wife's sari. Ankle, സാരിയുടെ തുമ്പിന് എന്ത് ചെയ്യാണ്? തീ കത്തിക്കുകയാണ്. The very next instant, Ajit, have you gone mad? He says, and jumps to his side and grabs the burning patch and slaps it between his hands and put out the fire.
അജിത്ത് ഷോക്ക്ഡായി പോയി. അജിത്ത് വേഗം എന്ത് ചെയ്യണം, അത് കെടുത്താനായിട്ട് ഓടുകയാണ്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് ലിറ്റിൽ അഫ്രൈഡ്. സി, നമ്മൾ നേരത്തെ എന്താണ്, അജിത്ത് നെവർ സ്കെയർഡ് ഓഫ് ദ ആങ്കർ ഓഫ് നൊമിത. തൊട്ട് മുമ്പിൽ കണ്ടിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ പേജിൽ കണ്ടിരുന്നു. ബട്ട് നൗ ഹീ ഈസ് അഫ്രൈഡ്. വൈ? ബിക്കോസ് ഷീ ഈസ് റെസ്പോണ്ടിങ്, ഷീ ഈസ് ക്രിറ്റിസൈസിങ്, ഷീ ഈസ് ആക്ച്വലി മേക്കിംഗ് ഔട്ട് ഹെയർ ഓൺ റെസ്പോൺസസ്. പ്രതിരോധിക്കുകയാണ്, ക്രിറ്റിസൈസ് ചെയ്യാണ്. മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിക്കെതിരെ സ്ത്രീകൾ വാക്കുകൾ ഉയർത്തുകയാണ്. മിണ്ടാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ഈസ് റൂളിംഗ് ഓവർ ദ വിമൻ. ബട്ട് നൗ ദേ ആർ റെസ്പോണ്ടിങ്, ദേ ആർ ക്രിറ്റിസൈസിങ്. ഓക്കെ, നൗ ദേ ആർ ലിറ്റിൽ ബിറ്റ് അഫ്രൈഡ്. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നൊമിതാസ് ഫേസ്. അവിടെ എന്താണ്? നൊമിത ഡൊമിനേറ്റഡ് ആയി വരികയാണ്, അജിത്ത് എന്ത് ചെയ്യാണ്? ഇൻഫീരിയർ ആയി വരുവാണ്. വൈ? ബിക്കോസ് ദേ റെസ്പോണ്ട്. Their blood blazing red. He does not have the courage to put out that fire by slapping it between his hands, so he tries to pour water on it. വെള്ളം ഒഴിച്ച് അത് കെടുത്താൻ നോക്കുകയാണ്. With great difficulty he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Who knows what Nomida would have said next, but right then her niece Rini steps into the room. ഇനിയാണ് ഇപ്പോൾ എന്താണ്? The niece, the cousin steps into the room. റിനി വരികയാണ് റൂമിലേക്ക്. 3rd ഫ്ലോറിലാണ്, അങ്ങോട്ടേക്ക് വരികയാണ്. ഓക്കെ, immediately she says, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് we are going to see some of the other members in the family. അതും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നൊമിത in relation with Ajit, Nomida in relation to her mother, Nomida in relation to the other family members. ഈ 3 കാര്യങ്ങളും ക്യാരക്ടർ സ്കെച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ലാർജ് ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാർ ഇനിയുണ്ട് 10-22 പേര്, 24 പേരോളം ഉണ്ട്. അവരെല്ലാവരും എങ്ങനെയാണ് അജിത്തിനോടും നൊമിതയോടുമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പ്രത്യേകിച്ച് നൊമിതയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യണം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ്. ഇമ്മീഡിയറ്റ്ലി ഷീ സസ് പ്യോസിംഗ്ലി, സോ ഖുരിമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ്, അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. വാഷർമാൻ അല്ലേ തുടങ്ങി, ആദ്യം സ്റ്റോർ തുടങ്ങിയ സമയത്ത് ഒരു വാഷർമാൻ തുടങ്ങിയാണ്. പുള്ളി ഇപ്പോഴും എന്താണ് അവിടെ തുണി കാത്ത് നിൽക്കുകയാണ്. ഫോർ എ സെക്കൻഡ് ഓർ ടു നൊമിത is still perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, go tell him I'm coming, I'm bringing the clothes. ഇപ്പോഴാണ് നൊമിത എന്ത് ചെയ്യുന്നത്? വാഷർമാൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. നൊമിത speaks her mind, so no one attacks her outright to her face. They only pinch her with sharp words. That's an important thing. The family members' attitude towards Nomida. ആരും നൊമിതയ്ക്കെതിരെ ഡയറക്റ്റ് ആയിട്ടൊന്നും സംസാരിക്കാറില്ല. പക്ഷേ they often pinch her with words. വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കും. അതാണ് പറയുന്നത്. That means Nomida does not have any consolation anywhere. എവിടെയും ഒരു ആശ്വാസവും നൊമിതയ്ക്കില്ല. Okay, even the family members are against her. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, well, that's something at least. You finally decided to come down from upstairs. 10-26 പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെർക്കുലിയസ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരമായിട്ട് നൊമിതനെ കണ്ടിട്ടില്ല കിച്ചണിലേക്ക്. അപ്പോഴും നൊമിത എന്ത് ചെയ്യാണ്? വാഷ്റൂമാന് ക്ലോത്ത്സ് കൊടുക്കാനായിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ നൊമിതനെ കാണുകയാണ്. ഒരു പുച്ഛത്തോടു കൂടെ ഒരു ട്വിസ്റ്റഡ് സ്മൈൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആക്കിച്ചിരിക്കും. ഓക്കെ, ചോദിക്കുകയാണ്, വെൽ ദാറ്റ്സ് സംതിങ് അറ്റ് ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡഡ് ടു കം ഡൗൺ. എല്ലാം ഉണ്ടാക്കി തീരാറായപ്പോഴത്തേക്കും എങ്കിലും താഴേക്ക് ഇറങ്ങി വന്നല്ലോ എന്ന റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ദർ ഈസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old? See, this is important. കാരണം the attitude, what do other family members think of Nomida and Ajit? മറ്റുള്ളവർ നൊമിതനെ പറ്റി വിചാരിക്കുന്നത് നൊമിത എന്തെങ്കിലും ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് സമയം കിട്ടി അന്നേരം റൂമിലോട്ട് ഓടും. എന്തിനാ? അജിത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഹാവിങ് ഹണി ടോക്ക്, റൊമാൻറ്റിക്. അവരുടെ വിചാരം എന്താണ്? അവർ നല്ല അടിച്ചുപൊളിയായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നാണ്. This is important because what society, the observation of the society towards women is not right. Okay, സൊസൈറ്റിയുടെ ഒബ്സർവേഷൻ ആണ്. ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് എന്താണ്? സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അവരെങ്ങനെയാണ് നൊമിതനെ കാണുന്നത്? ഷീ ഈസ് ഹാവിങ് എ ഹണി ടോക്ക്. സ്ത്രീകൾക്കൊരു കുഴപ്പമില്ല, അവരങ്ങ് ജീവിച്ചോളും. ഇങ്ങനെയുള്ള മീനിയൽ ആറ്റിറ്റ്യൂഡാണ് സൊസൈറ്റിക്കുള്ളത്. അതിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ പോയിന്റ്സുകൾ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് തരും. എന്നാലും you should keep it in mind. Okay, Nomida looks around once to get a sense of the atmosphere, sees the hurly-burly of the morning. Hurly-burly എന്ന് പറഞ്ഞാൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഭയങ്കര തിടുക്കത്തിലാണ്. sees the forest of people. കാലിനിടയിൽ കൂടെ അതിലൂടെ എല്ലാ ആൾക്കാരും ഓടുകയാണ്. കാരണം എന്താ? 10-26 പേരുണ്ട്. Her voice must not tremble. This is also a very important one.
അത് ഓരോ സ്ത്രീയുടെയും ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓരോ മദേഴ്സിൻ്റെയും വളരെ യുണീക്കായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. മൈ വോയിസ് മസ്റ്റ് നോട്ട് ട്രംപിൾ. എന്താ ട്രംപിൾ ചെയ്യാന്ന് പറഞ്ഞാൽ? ട്രംപിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകച്ചു പോവുക, അല്ലെങ്കിൽ നമ്മൾ ഇടറി സംസാരിക്കുക, അതിനാണ് ട്രംപിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രാക്ഡ് ആവുക. നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വിക്കി പോകും സംസാരിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് വി ആർ സാഡൻഡ് എന്ന് മനസ്സിലാവും. പക്ഷേ നൊബിത എന്താ വിചാരിക്കണത്? ഹെയർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംപിൾ. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ശബ്ദം ഇടറാൻ പാടില്ല. കാരണം ഇടറിയാൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ പ്രോബ്ലം ബിറ്റ്വീൻ മീ ആൻഡ് അജിത്. തൻ്റെ പ്രോബ്ലംസിനെ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് നൊബിത. സച്ച് എ ടാലൻറ്റഡ് സാറല്ലോ. അതുകൊണ്ട് തന്നെയാണ് അജിത്തിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ലാത്തത്. അജിത്തിനെ എല്ലാവരും വിചാരിച്ചിരുന്നത് അജിത് സച്ച് എ ഗുഡ് പേഴ്സൺ, നൊമിതയുടെ മദറിനെ പോലെ സച്ച് എ ലാർജ് ഹാർട്ടഡ് പേഴ്സൺ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അജിത്തിൻ്റെ എക്സാക്ട് ശരിക്കും ആരാണെന്നുള്ളത് നൊമിതയ്ക്ക് മാത്രമേ അറിയൂ. ആൻഡ് ഷീ നെവർ വാണ്ട്സ് ടു എക്സ്പോസ് ദാറ്റ്. അതാണ് നൊമിതയുടെ നല്ല ക്യാരക്ടർ. അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ നൊമിത ആഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത് ലൈക്ക് എ മാച്ച് ബോക്സ് ഷീ ഈസ് വെരി കാം എവറി വിമൻ. ഓക്കെ, ഉള്ളിൽ എന്താണ്? അജിത്തിനെതിരെ എന്തും പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്. ബട്ട് ഷീ നെവർ എക്സ്പ്ലോർസ്. Okay, so she too smiles a small smile and says in an extremely soft voice, oh, it's nothing like that. You should come and peek in some time. Our talk is all angry talk. Do you know? നിങ്ങൾ വിചാരിക്കുന്നല്ല ഹണി ടോക്ക് ഒന്നുമല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. She just wants to convince. My wife laughs hoo-hoo and says, stop it now, wife. Don't cover up the forbidden fish with your pie spinach. We haven't been raised on donkey grass. ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. ഈ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ pie spinach, ഇതിൻ്റെയൊക്കെ മീനിങ്സുകൾ നമ്മൾ നോട്ട്സുകളിൽ കാണും. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞാനിതിപ്പം വേഗം ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ടാണ് വേഗം മെയിൻ പോയിന്റുകൾ മാത്രം പറയുന്നത്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? വൈ ആർ യു ഷോയിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours a day? ഞങ്ങൾ വന്നിട്ട് റൂമിൽ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയാം. യു ആർ ഓൾവേസ് ഹാവിങ് എ ഹണി ടോക്ക്. Nomita laughs a laugh that can bring an attractive flush to a white face. After laughing that laugh, she says, go on, you say the naughtiest things. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഇറ്റ്സ് ഓക്കെ. Now the busy boro wife runs up. Have you chopped the vegetables yet? Oh, are you just telling the stories? And suddenly she stops and starts. What is that? What is this unlucky thing, no wife? How did you burn your ankle that way? Now others are noticing. നേരത്തെ കൊളുത്തിയ സിഗരറ്റിൻ്റെ അറ്റഭാഗം യെസ് ആങ്കിൾ സാരിയുടെ തുമ്പ് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, അതാണ് നോക്കുന്നത്, കത്തി നിൽക്കുന്നത്. നൊമിത ടു സ്റ്റാർട്സ് ബട്ട് ഓൺലി. നൗ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ? നൗ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ മേക്ക് ദ ചേഞ്ചസ്. അതെങ്ങനെ കത്തി എന്നതിന് സത്യസന്ധമായ ഉത്തരം നൊമിത പറയുകയാണെങ്കിൽ എവ്രി വൺ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബാഡ് ബിഹേവിയർ ഓഫ് അജിത്. ഓക്കെ, വിൽ ഷീ സേ ഓർ നോട്ട്? Will she reveal the truth or not? Let's see in the next part. Okay, now we are coming to the climax of the story. Now this is the central point where Nomita can reveal or not. ഒന്നുകിൽ സത്യം തുറന്നു പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. ഓക്കെ, ഒരു ശരിക്കുള്ള ഒരു മാച്ച് ബോക്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഷി വിൽ റിമെയിൻ കാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഓൺ പേജ് നമ്പർ 21, ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. The next instant she falls the ankle back quickly and says laughing, oh, don't remind me. It's exactly what you keep warning me about. I didn't listen, and see what happened. I used my ankle to lift a hot pot of water off the stove, and that did it. സ്റ്റൗവിൽ നിന്നും തീ കത്തി കയറുന്നതാണ്. Did she reveal the truth? No. So too, the exact nature of Ajit is still hidden in front of the society, in front of the family members. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes, and in her mind she keeps thinking about how she might be able secretly to send her mother a few rupees. She can't really write to her, I can't do any more, don't hope for anything from me. എന്തൊക്കെ പറഞ്ഞാലും നൊമിതയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് കുറച്ച് പൈസ അയക്കണം എന്നാണ്. അപ്പോഴും എഴുതരുതെന്ന് പറഞ്ഞാൽ പോലും she wants to send some money. We are coming to the last part. Over there, the entire village knows. നൊമിതയുടെ നാട്ടിലെ എല്ലാ ആൾക്കാരോടും നൊമിതയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്താ? നൊമിത is a queen. Nomita's husband is a high-minded, large-hearted person. See, this is the attitude of the entire villagers towards Ajit. Okay. Now, story ഇവിടെ end up ചെയ്യാണ്. Now she is again, Ashapurna Debi തിരിച്ച് നമ്മളെ പ്രസന്റിലേക്ക് കൊണ്ടുവരികയാണ്. And she wants to clear out the point that every woman is like a matchbox. അതിൻ്റെ കാര്യമാണ്. Now let's see how does she correlate this point between matchbox and
women. This is precisely why I compare women to matchboxes. Even when they have the materials, ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സുകളാണ്, നന്നായി പഠിച്ചു വെക്കുക. Even when they have the materials within themselves to set off many raging fires. മാച്ച് ബോക്സിനുള്ളിൽ ഗൺ പൗഡർ ഉണ്ടല്ലേ, കത്തിക്കാനായിട്ടുള്ള, അതുപോലെയുള്ള ഗൺ പൗഡേഴ്സ് എല്ലാ സ്ത്രീകളുടെയും ഉള്ളിലുണ്ട്. ദേ ഹാവ് ദ മെറ്റീരിയൽ, ദേ ഹാവ് ഇനഫ് മാറ്റേഴ്സ് ടു ക്രിട്ടിസൈസ് അല്ലേ. ആണുകൾ ചെയ്യുന്ന ക്രൂരമായ പല കാര്യങ്ങൾക്കും എതിരായി സംസാരിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും they never flare up and burns away the mask of men's high mindedness and their large heartedness. നൊമിതയുടെ മദർ പറയാണ്, അജിത് is such a person, such a what person? A large hearted person, a high minded person. Is he really so? No, he is not. That is the mask kept by Ajit. സമൂഹത്തിൻ്റെ മുൻപിൽ തങ്ങൾ മാന്യന്മാരാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി നടക്കുന്നത്. ബട്ട് ഇൻസൈഡ് അവരെന്താണ്? ദേ ആർ ആക്ച്വലി ബീസ്റ്റ്. എല്ലാവരും അല്ല പറയണത്, കോമൺ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, അതാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ ആങ്കിൾ എങ്ങനെയാണ് കത്തുന്നതെന്ന് ചോദിക്കുമ്പം നൊമിത കുഡ് ആക്ച്വലി ടിയർ അപ്പ് ദാറ്റ് മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡ്നെസ്. അജിത്തിൻ്റെ ആ ഒരു ശരിക്കുമുള്ള ബ്രൂട്ടൽ നേച്ചറിനെ പുറത്ത് കാണിക്കായിരുന്നു. അവർ ചെയ്തോ? ഇല്ല. അതാണ് പറയുന്നത്, ദ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ബേൺസ് അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡ്നെസ് ആൻഡ് ലാർജ് ഹാർട്ടഡ്നെസ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ സ്ത്രീക്കും ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് വരുത്തുന്ന ആണുങ്ങൾക്കെതിരെ അല്ലെ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിക്കെതിരെ പ്രതികരിക്കാനും തൻ്റെ നീതി നടപ്പിലാക്കാനുമായിട്ടുള്ള പവറുണ്ട്. ബട്ട് ദേ നെവർ ഫ്ലെയർ അപ്പ്. അവരെന്ത് ചെയ്യുന്നില്ല? ഫ്ലെയർ അപ്പ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കണ്ടത്. യു ഡോണ്ട് കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ഓക്കെ, നൗ ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്, ദേ വോണ്ട് ബേൺ ദം. ദ മെൻ നോ ദിസ് ടു. ദാറ്റ്സ് നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വിമൻ ഹാവ് ദ മെറ്റീരിയൽസ് ടു set off many raging fires. That means women have the power to criticize the men. അതാണ് അതിൻ്റെ പോയിന്റ്. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് എന്താ? they never do that. they never flare up. they never burn away. Okay, they never finger up their point towards the attitude of this male dominated society. And the next point, they won't burn them. Them means the men. അല്ലേ, അവരുടെ മാസ്കിനെ ഒരിക്കലും അവർ ടിയർപ്പ് ചെയ്യില്ല. the men know this too. ഇത് ആർക്കറിയാം? മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിക്ക് അറിയാം. ദാറ്റ് മീൻസ് ദ വിമൻ വിൽ നോട്ട് ഡു എനിത്തിങ്. അതാണ് ചോദിക്കുന്നത്, ക്യാൻ യു ഡു എനിത്തിങ്? നേരത്തെ നമ്മൾ കേട്ടില്ലേ? യെസ്, ദ മെൻ നോ ദിസ് ടു. നൗ നെക്സ്റ്റ് വൺ, ദാറ്റ്സ് വൈ. അതുകൊണ്ടാണ്, എന്തുകൊണ്ട്? എല്ലാ ആണുങ്ങൾക്കും അറിയാം എന്ത്? സ്ത്രീകൾ ഒരിക്കലും അവരുടെ മാസ്ക് അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കില്ല. അവർ താന്നു തന്നെയിരിക്കും, സബ്മിസീവ് ആയിരിക്കും എന്നറിയാം. ഓക്കെ, ആൻഡ് നൗ ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി ലൈക്ക് എ മാച്ച് ബോക്സ്. നമ്മൾ മാച്ച് ബോക്സിനെ ഒരു വലിയ ഷെൽഫെല്ലാം ഉണ്ടാക്കി അതിനുവേണ്ടി തന്നെ ഒരു പട്ട് എല്ലാം വിരിച്ച് അങ്ങനെയാണോ നമ്മൾ മാച്ച് ബോക്സിന് വെക്കുക? ഇല്ല. നമ്മൾ ചിലപ്പോൾ അടുക്കളയുടെ ഏതെങ്കിലും സൈഡിലേക്ക് എറിഞ്ഞിടുകയായിരിക്കും ചെയ്യുന്നത്. വി ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. ആവശ്യം വരുന്ന സമയത്ത് എവിടെയെങ്കിലും തപ്പി പെറുക്കി എടുക്കും, തണുത്ത് പോയാൽ അവിടെ തന്നെ ഇടും അല്ലേ. വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മൾ മാച്ച് ബോക്സിനെ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. ദിസ് ഈസ് ദ വേ എവറി വിമൻ ഇൻ ദ സൊസൈറ്റി ഈസ് ഹാൻഡിൽഡ് ബൈ ദ മെൻ ടു. ദാറ്റ്സ് വൈ ദേ ലീവ് ദം. അതുകൊണ്ടാണ് ഓരോ ആണുങ്ങളും അല്ലെങ്കിൽ ഓരോ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിലെ അംഗങ്ങളും സ്ത്രീകളെ ഇത്ര ഹീഡിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ദ മെൻ നോ ദാറ്റ് ദിസ് വുമൻ വിൽ നോട്ട് ക്രിട്ടിസൈസ് ദം. In the kitchen, in the pantry, in the bedroom, here, there, anywhere. Quiet without fear. That's the next point. Quiet without fear. The men are fearless towards the women because they will be always submissive. അവരെപ്പോഴും തങ്ങളുടെ മേലെ കയറുകയില്ല എന്ന് ഒരു തെറ്റിദ്ധാരണയാണ് ഉള്ളിലുള്ളത്. ക്വയറ്റ് വിത്തൗട്ട് ഫിയർ. ദ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്. ഒരു മാച്ച് ബോക്സ് എടുത്ത് നമ്മുടെ പോക്കറ്റിൽ ഇടുന്നത് പോലെയാണ് ദ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ഈസ് പുട്ടിംഗ് ദ വിമൻ ഇൻ ദ പോക്കറ്റ്. നൗ ദ സിറ്റുവേഷൻ ഈസ് ക്വൈറ്റ് ചേഞ്ചിങ്. ദ വിമൻ ഈസ് സീക്കിംഗ് എഡ്യൂക്കേഷൻ, സോ ടു ഗെറ്റിംഗ് റെപ്യൂട്ടഡ് ജോബ്സ്, ഹാവിംഗ് ദെയർ ഓൺ സാലറി. സോ ടു എവറി വിമൻ cannot be put in the pockets of men. Right? But instead, the things somewhere changing in a way that some men are being put in the pocket of women because they have the power. Okay, പക്ഷെ എന്താണ്, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് ഈ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആയി വരുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 74% of women in certain states are illiterate, not educated, no job, no earning. ഹസ്ബൻഡ്സ് എന്തെങ്കിലും കൊടുത്താൽ they will keep. പക്ഷെ മെജോറിറ്റി വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ സിവിയർ പ്രോബ്ലം ബിക്കോസ് എവറി വിമൻ ഹാസ് ദ മെറ്റീരിയൽ,
but they don't recognize. Even if they recognize, they don't have the dare to make a difference. They don't criticize. And every men know that these women will never criticize, will never castigate the attitude of the male dominated society. So the men are fearless towards women, and they put the women in the pocket and they handle the women carelessly like a matchbox. So this is the reason why Ashapurna Debi compares every woman in the society to that of a matchbox. A matchbox has enough gunpowder to flame everything. ഈ ലോകം മുഴുവൻ ചുട്ടുകരിക്കാൻ പറ്റും. But they sit very meek, they sit very humble, and they are very quiet, calm. This is also a woman like a Nomita. Nomita അവസാനം പൊട്ടിത്തെറിച്ചോ? ഇല്ല. അജിത്തിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും എവിടെയായിരുന്നു പറയേണ്ടത്? മറ്റുള്ളവരുടെ മുമ്പിലായിരുന്നു അജിത്തിന്റെ റിയൽ മാസ്ക് ടീറപ്പ് ചെയ്യേണ്ടിയിരുന്നത്. She did not do that. She just remained calm, quiet, humble. So that's why പുറമെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, പവർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും the women are not able to do. Okay? So ഇതാണ് ഇതിനകത്ത് സെൻട്രൽ പോയിന്റുകൾ. നമുക്ക് മനസ്സിലായ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ബാക്കി ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത, ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്, പിന്നെ കമ്പാരിസൺ ഓഫ് വിമൻ ടു മാച്ച് ബോക്സിൻ്റെ പോയിന്റ്സുകളെല്ലാം നമ്മൾ വരുന്ന സമയങ്ങളിൽ തന്നെ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ.